വീടിനകത്തോട്ട് കയറുമ്പോൾ നമുക്ക് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വാളുണ്ട്. നേരെ ഹാളിൽ നിന്ന് സ്റ്റെയർ കേസിൽ വന്ന് ഈ വാൾ മുട്ടും. അപ്പോൾ നമുക്ക് ഇന്ന് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സിമെൻറ്റ് ടെക്സ്റ്റാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഒരു പരാതിയുണ്ട്, സുസൂക്ക കിട്ടുന്നില്ല എന്നുള്ളത്. സുസൂക്ക അല്ലാതെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള നല്ല പ്രോഡക്റ്റ് ഉണ്ട്. തുർക്കി എന്ന് പറഞ്ഞാൽ അമിനോ പ്ലാസ്റ്റർ, സെയിം ക്വാളിറ്റി, സെയിം പെർഫെക്ഷൻ, സെയിം, എന്തുകൊണ്ടും എല്ലാത്തിനും സെയിം ആണ്. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ വീഡിയോ നിന്ന് തട്ടി മാറ്റി കളയരുത്, വീഡിയോ മുഴുവനും കണ്ടു നോക്കുക. അപ്പോൾ യൂറോപ്യൻ കൺട്രീസിലൊക്കെ വളരെ പോപ്പുലറായിട്ട് നിൽക്കുന്ന ഒരു ഡിസൈൻ ഇന്ന് കേരളത്തിൽ വളരെ പോപ്പുലറാണ്. അവരുടെ ബാത്റൂമിൽ വരെയും സിമെൻറ്റ് ടെക്സ്റ്ററുകളാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലും ഇന്ന് ബാത്റൂമിൽ വരെ സിമെൻറ്റ് ടെക്സ്റ്റർ ചെയ്യുന്നുണ്ട്, ടൈൽ ഒഴിവാക്കിയിട്ട് സിമെൻറ്റ് ടെക്സ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു വലിയ വാള്, നേരെ ഹാളിൽ നിന്ന് തുടങ്ങി സ്റ്റെയർ കേസ് വരെ മുട്ടി കിടക്കുന്ന ഒരു വാളിലാണ് ചെയ്യുന്നത്. അതും പുതിയൊരു മെറ്റീരിയലാണ് ചെയ്യുന്നത്, കാരണം സുസൂക്കയാണ് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ സുസൂക്ക ഞാൻ ഒന്ന് മാറ്റി നിർത്തിയിട്ട് അമിനോ പ്ലാസ്റ്റർ എന്ന് പറഞ്ഞ പുതിയൊരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്നുള്ളത് നമുക്ക് വീഡിയോ ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. കാരണം എനിക്ക് നല്ല കോൺഫിഡൻറ്റ് ഉണ്ട്, കാരണം ഞാനൊരു വർക്ക് ചെയ്ത് നോക്കിയതാണ്. അതിൻ്റെ കോൺഫിഡൻറ്റ് തന്നെയാണ് ഞാൻ ഈ ഒരു മെറ്റീരിയൽ അവൈലബിൾ ആക്കിയതും. കാരണം ഇമ്പോർട്ടർ തുർക്കി മെറ്റീരിയൽ തന്നെയാണ്, ഇമ്പോർട്ടർ ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ്. സെയിം ക്ലാരിറ്റിയും സെയിം ഫീലും സെയിം ഫിനിഷിങ്ങും സെയിം ക്വാളിറ്റിയാണ് ഈ ഒരു പ്രൊഡക്റ്റിനുള്ളത്. വിലയുടെ കാര്യത്തിൽ വലിയ വ്യത്യാസവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നല്ല ക്ലാരിറ്റിയുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് അമിനോ പ്ലാസ്റ്റർ. അപ്പോൾ ആദ്യം നമ്മൾ ബേസ് അടിച്ച് കൊടുക്കുന്നത്, ഞാൻ സുസൂക്കയുടെ ബേസ് എൻ്റെ ഇരിക്കുന്നതുകൊണ്ട് ഞാനതെടുത്ത് അടിച്ചെന്നുള്ളൂ. നമുക്ക് എക്സ്റ്റീരിയർ ബേസ് എംഎൽഷൻ മേടിച്ച് അടിച്ചാലും ഇതിനൊരു കുഴപ്പമില്ല, അങ്ങനെയും ഇതിൻ്റെ ഒരു ഗുണമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വാള മൊത്തം ട്രെൻഡിങ് ആയിട്ടുള്ള ഈ വർക്കാണ് ചെയ്യുന്നത്. നമ്മുടെ വർക്കുകൾ ആഗ്രഹിച്ച് നമ്മളെ വിളിക്കാൻ താല്പര്യമുള്ളവർ, വർക്ക് ചെയ്യിപ്പിക്കാൻ ആഗ്രഹമുള്ളവർ സ്ക്രീനിൽ നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ ഓൾ കേരള മൊത്തം നമുക്ക് സർവീസ് ഉള്ളതാണ്. ചെറിയ രീതിയിലുള്ള കണ്ടീഷൻസ് അപ്ലൈ ഉണ്ട്, അത് എന്നെ വാട്സപ്പ് ചെയ്യുമ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ അമിനോ പ്ലാസ്റ്റർ, ഇതാണ് നമ്മൾ പറഞ്ഞ അമിനോ പ്ലാസ്റ്റർ. അവരെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക, അവരുടെ നമ്പറാണ് കൊടുത്തേക്കുന്നത്. അവരെ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിന്ന് എടുത്തേക്കണ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ട് വന്നതാണ്, മെയ്ഡ് ഇൻ തുർക്കി, പുതിയതായിട്ട് വന്നേക്കണം കേട്ടോ. ഞാൻ ഗ്രേ ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. 4 ഷെയ്ഡിൽ വന്നിട്ടുണ്ട്. ഒന്ന് വൈറ്റ്, ലൈറ്റ് ഗ്രേ, ഡാർക്ക് ഗ്രേ, മീഡിയം ഗ്രേ. അപ്പോൾ 4 ഷെയ്ഡിലാണ് ഇന്ന് ഈ പ്രാവശ്യം അമിനോ പ്ലാസ്റ്റർ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ മീഡിയം ഗ്രേ എടുത്ത് എനിക്കൊരു 304 ആ ഒരു ഷെയ്ഡാണ് കിട്ടേണ്ടത്. അപ്പോൾ ആ ഒരു ഷെയ്ഡിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ആ പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു 5 കിലോ ബക്കറ്റിൽ എടുത്തിട്ട് എത്രത്തോളം സ്ക്വയർ ഫീറ്റ്, എത്രത്തോളം ഏരിയ കിട്ടും, നമുക്ക് സുസൂക്കയുടെ തന്നെ ഏരിയ ഇതിനും കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് 5 കിലോത്തിൻ്റെ ബക്കറ്റിലോട്ട് പകർത്തി കൊണ്ടുപോകുന്നത്. അപ്പോൾ 220 സ്ക്വയർ ഫീറ്റാണ് എനിക്ക് വാളിൽ ചെയ്യാനുള്ളത്. കാരണം നമ്മളൊരു പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത്രത്തോളം ഏരിയ കിട്ടുന്നുണ്ടോ, അത്രയും ക്വാളിറ്റി കിട്ടുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണമല്ലോ. ഞാൻ ഒരു പ്രാവശ്യം ചെയ്താണ്, ആ ഒരു വിശ്വാസത്തിൽ പുറത്താണ് രണ്ടാമത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ ഇവിടെ ഒന്ന് കാണിച്ചു തരാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ 5 കിലോത്തിൻ്റെ ബക്കറ്റ് എടുത്തിട്ട് നമ്മളതിൽ ഒരു 5 കിലോ മെറ്റീരിയൽ എടുത്ത് നമ്മൾ കൊണ്ടുപോയിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ വർക്ക് മുഴുവനായിട്ട് കാണുക, പല കാര്യങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്പെടും. മെറ്റീരിയൽസ് വേണ്ടവർ അവരെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ പാർസൽ സർവീസ് അവൈലബിൾ ആണ്, അവർ നിങ്ങൾക്ക് മെറ്റീരിയൽസ് എത്തിച്ചേരും. ഓക്കെ, അപ്പോൾ നമ്മൾ വർക്ക് സൈറ്റിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ വർക്ക് ഈ ഒരു അമിനോ പ്ലാസ്റ്റർ കൊണ്ട് ചെയ്യാൻ പോവുകയാണ്. സിമെൻറ്റ് ടെക്സ്റ്റർ എങ്ങനെ ചെയ്യേണ്ടത്, എങ്ങനെ ഇടേണ്ടതെന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ വിശദീകരിക്കുന്നില്ല. അത് നമ്മൾ ഒരുപാട് വീഡിയോസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, കയറി കാണുക. നമ്മൾ ഈ ഒരു മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി, മെറ്റീരിയൽസ് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ എത്രത്തോളം ഫീൽ ഉണ്ട് എന്നുള്ള രീതി മാത്രമാണ് പറയുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോസ് കണ്ടിരിക്കുക. വെറുതെ ഞാൻ സംസാരിച്ച് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് നിങ്ങളെയും ബോറടിപ്പിച്ച് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ വീഡിയോസ് കാണുക, നമുക്ക് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് നോക്കാം, നമുക്ക് ഇട്ട് നോക്കാം. സത്യം പറഞ്ഞ് ഇടുമ്പോൾ തന്നെ നല്ല ഫീലാണ് കേട്ടോ, നല്ല സ്മൂത്ത്നെസ്സും ഇടാനും എന്താ പറയുക, നന്നായിട്ട് വലിച്ചിടാനൊക്കെ നല്ല രീതിയിൽ സാധിക്കുന്നുണ്ട്.
നമ്മുടെ ഫസ്റ്റ് കോട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് നോക്കിയേ, ജോയിൻ്റ് എന്ന് പറഞ്ഞ സാധനമില്ല ഫസ്റ്റ് കോട്ടിൻ്റെ ഇത്രയും ഭാഗം ഇട്ട് തീർന്നിട്ടും ഒരു ജോയിൻ്റ് എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടില്ല. സുസൂക്കൊക്കെ പോലും ഫസ്റ്റ് കോട്ട് ഇടുമ്പോൾ ഒരു ജോയിൻ്റ് ഫീൽ വരാറുണ്ട്. സെക്കൻഡ് കോട്ടിലാണ് ഞാനത് മാറ്റാറ്. പക്ഷേ ഇതിന് ഫസ്റ്റ് കോട്ട് ഇട്ടിട്ട് പോലും നോക്കി നിങ്ങൾ നല്ല കവറിങ് ആയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഒരു സിമൻറ്റ് ടെക്സ്റ്ററിൻ്റെ ഫീൽ വന്നു തുടങ്ങി, ഇപ്പോഴേ ഫസ്റ്റ് കോട്ടിലേ വന്നു തുടങ്ങി. അപ്പോൾ നല്ല പ്രോഡക്റ്റ് തന്നെയാണ്. നമ്മളിപ്പോൾ ഇനി സെക്കൻഡ് കോട്ട് ഇടുകയാണ്. സെക്കൻഡ് കോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കിത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കാരണം 220 സ്ക്വയർ ഫീറ്റ് നമ്മൾ ആകെ കൊണ്ടുവന്നേക്കുന്നത് 5 കിലോ മെറ്റീരിയലാണ്. സാധാരണ 5 കിലോ മെറ്റീരിയൽ ബാലൻസ് വരണം, കാരണം അത്രത്തോളം പണിയുള്ളൂ. 220 സ്ക്വയർ ഫീറ്റ് സിമൻറ്റ് ടെക്സ്റ്ററിനെ അപേക്ഷിച്ച് അത്രത്തോളം മതിയാകും. 5 കിലോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് മുകളിൽ ചെയ്യാം നമുക്ക്. എന്നാലും ഞാനൊരു 5 കിലോ കൊണ്ടുവന്നേക്കണേണ്. നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. സെക്കൻഡ് കോട്ട് ഇട്ടതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വളരെ പെട്ടെന്ന് ഡ്രൈ ആയി അത് ഉണങ്ങി വരും കേട്ടോ. പെട്ടെന്ന് ഉണങ്ങി വരും. അതുകൊണ്ട് തന്നെ നമുക്ക് വർക്ക് പെട്ടെന്ന് സൈറ്റിൽ നിന്ന് തീർത്ത് പോകാനും എളുപ്പമായിരിക്കും. വൺ ഡേ ഒരു കോട്ട് ഇന്നിട്ട് ഒരു കോട്ട് നാളെ ഇടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. കവറിങ്ങാണ് ഇതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കോട്ടിൽ തന്നെ ഹെവി കവറിങ് ആയിപ്പോയി. അത് തന്നെ നമുക്ക് ഒരു വളരെയധികം പ്രതീക്ഷകളുണ്ടായി. കാരണം ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ട് നമുക്കതിന് മോശമാകാൻ പാടില്ലല്ലോ. പക്ഷേ ഫസ്റ്റ് കോട്ടിൽ തന്നെ നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞു. അത്രയും പെർഫെക്റ്റ് ആയിട്ട് നല്ല സൂപ്പർ പ്രൊഡക്റ്റ്. ഒരിക്കലും ഞാനിത് നിങ്ങളോട് എടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഇത് തന്നെ യൂസ് ചെയ്യണമെന്ന് ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല കേട്ടോ. കാരണം ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് ആവശ്യക്കാർ മാത്രം കൊണ്ടുപോയാൽ മതി എന്നുള്ളൊരു മനോഭാവമുള്ള ആൾക്കാരാണ്. നമ്മളും അങ്ങനെ തന്നെ, ആവശ്യക്കാർ മാത്രം കൊണ്ടുപോയാൽ മതി എന്നുള്ള രീതിയിൽ സെക്കൻഡ് കോട്ട് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആയിവ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി. കാരണം യൂറോപ്യൻ കൺട്രിയിലുള്ള ആളായതുകൊണ്ട് തന്നെ അദ്ദേഹം നമ്മൾ വിളിച്ച് അവിടെ കണ്ടിട്ട് അത് എൻ്റെ വീട്ടിൽ ചെയ്യണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചാണ്. അപ്പോൾ ആ ഒരു ഫീല് നമ്മൾ അദ്ദേഹത്തിന് നിർബന്ധമായിട്ടും കൊടുക്കണം. അതെന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. വളരെയധികം നല്ലൊരു അഭിപ്രായം ആ വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടേണ്ടായിരുന്നു. പുള്ളി വീഡിയോ കോളിൽ കണ്ടിട്ട് പോലും ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ട് പോലും നല്ല രീതിയിലുള്ള അഭിപ്രായം പറഞ്ഞു. കാരണം എന്താ പറയുക, സുസൂക്കാനേക്കാളും ബെസ്റ്റ് ഫീലാണ് നമുക്ക് ആ ഒരു സമയത്ത് കിട്ടിയത്. 1000ൻ്റെ പേപ്പർ ഇട്ട് നമ്മൾ സാൻഡ് ഡ്രൈവിങ്ങിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സ്മൂത്ത് ആകാനും ബ്ലേഡിൽ നിന്നുള്ള ചെറിയ ചെറിയ തരിയരിപ്പുകൾ അവിടെ നീ പോകാനും നിങ്ങളൊന്ന് ആ ഫീല് നോക്കി, ബെസ്റ്റ് ഫീല് നോക്കി, എങ്ങനെയുണ്ടെന്ന് നോക്കി. നല്ല ക്ലാരിറ്റി ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. ആ സുസൂക്കൊക്കെ എടുത്ത് മാറ്റിയിട്ട് സുസൂക്ക് കിട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് വെറുതെ കിടന്ന് കരയണം. നേരെ അമിനോ പ്ലാസ്റ്റർ മേടിക്കുക. നിങ്ങൾ അമിനോ പ്ലാസ്റ്റർ മേടിച്ച് കൊണ്ടുപോയി ചെയ്ത ആളുകളുടെ അനുഭവം അല്ലെങ്കിൽ അവർ ചെയ്ത വർക്കിൻ്റെ ഫോട്ടോസ് വീഡിയോയുടെ എൻഡിൽ ഞാൻ കൊടുത്തേക്കാം. നിങ്ങളൊന്ന് നോക്കിയിട്ട് എൻഡ് വരെ പോകുമ്പോൾ നമ്മുടെ നിന്ന് മേടിച്ചിട്ട് ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ആൾക്കാർ ചെയ്ത വർക്കുകൾ എത്രത്തോളം ഫിനിഷിങ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോക്കിക്കോ. നമ്മളെക്കാളും മനോഹരമാക്കാനൊക്കെ അവർ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് അത്രയും ക്വാളിറ്റി ആ പ്രൊഡക്റ്റ് ഉണ്ടെന്നുള്ളത് നമ്മൾ തെളിഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ മേക്ക് ചെയ്യണത് തന്നെ. പിന്നെ 3 കളർ വരുന്നുണ്ടല്ലോ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കാരണം വാക്സ് ആണ്. കാരണം നമുക്ക് നാട്ടിൽ കിട്ടുന്നതൊക്കെ ക്ലിയറുകളാണ്, പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്നത് സുസൂക്കയുടെ വാക്സ് ആണ്. വാക്സ് അടിക്കുമ്പോഴും ക്ലിയർ അടിക്കുമ്പോഴും 2 ഫീലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ വാക്സ് ആണ് ഉപയോഗിക്കുന്നത്. വാക്സ് ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു ഫീൽ ഒന്നും കൂടി നല്ല അടിപൊളിയായിട്ടൊരു ഫീൽ കിട്ടും. അപ്പോൾ സുസൂക്കയുടെ വാക്സ് എനിക്ക് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഞാൻ അത് മേടിച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ ടോപ്പ് കോട്ട് കൊടുത്തത്. അപ്പോൾ ഇച്ചിരി കൂടി പ്രൊട്ടക്ഷനും കാര്യങ്ങളും കിട്ടും. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മൾ വാട്ടർ ബേസ് ക്ലിയർ മേടിച്ചടിക്കുന്ന സമയത്ത് ഒരു വെള്ള പാൽ ഒലിച്ച പോലെ കിടക്കും. പക്ഷേ ഈ ഒരു ക്ലിയർ അടിക്കുമ്പോൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇതൊരു വാക്സ് കോട്ട് ആയതുകൊണ്ട് തന്നെ പച്ചവെള്ളം അടിക്കുന്ന പോലെയാണ് ഫീൽ. അതിൽ യാതൊരുവിധ വെള്ളപ്പാടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഒരു പച്ചവെള്ളം നമ്മൾ ഭിത്തിയിലടിക്കുന്ന ആ ഒരു ഫീൽ, അതാണ് ആ വാക്സിൻ്റെ പ്രത്യേകതയും അതാണ് അതിൻ്റെ ആ ക്വാളിറ്റി. എന്തായാലും വർക്ക് അടിപൊളിയായിട്ടെന്ന് വെച്ചാൽ അതെൻ്റെ അഭിപ്രായമാണ്. ബാക്കി അഭിപ്രായങ്ങൾ പറയുന്നത് നിങ്ങളാണ്. കമൻറ്റ് ബോക്സൊക്കെ ഒഴിഞ്ഞെടുക്കുകയാണ്.
നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. നെഗറ്റീവ്സ് ഒന്നും നമ്മളെ ബാധിക്കില്ല കേട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മറ്റൊരാളെ പഠിപ്പിച്ചു കൊടുക്കുക, മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ള വിമർശനങ്ങൾ ഇഷ്ടംമാതിരി ഉണ്ടാവും. അതിൻ്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ അതിനേ നേരം ഉണ്ടാവുള്ളൂ. ഒരു കഴിഞ്ഞ വീഡിയോസ് ഇട്ടപ്പോഴും ഒരുപാട് പേര് നമ്മളെ അഭിപ്രായങ്ങൾക്കെതിരെ പറഞ്ഞവരൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ വീഡിയോസിൻ്റെ മുഴുവനും കേൾക്കാൻ അവരില്ല. ലാസ്റ്റ് കാണും, ഫസ്റ്റ് കാണും, മിഡിൽ കാണും. ഇതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ മുഴുവനായിട്ടിരുന്ന് കണ്ട് തീർക്കുന്ന ഒരാൾക്ക് നമ്മളൊരു കുറ്റം പറയാനുണ്ടാവില്ല. കാരണം നമ്മളെല്ലാവർക്കും പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചൊരു വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ അടിപൊളിയാക്കി കൊടുത്തിട്ടുമുണ്ട്, നല്ല സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ക്ലിയർ അടിച്ചിട്ട് വലിഞ്ഞു ക്ലിയർ അടിക്കും തോറും ആ ഒരു ഫോഗ് നിങ്ങൾക്ക് മനസ്സിലാവും. അത്രത്തോളം ആ ഒരു ഫോഗ് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഒരു സിമെൻറ്റ് ടെക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കണം, നല്ല ക്ലാരിറ്റി ആയിട്ടിരിക്കണം. വെറുതെ സിമെൻറ്റ് വാരി ഭിത്തിയിൽ പൂശി പോലെയല്ല ഇരിക്കണേ. അതിനെ സിമെൻറ്റ് ടെക്സ്ചർ എന്നല്ല പറയുന്നത്, അതിനെ പ്ലാസ്റ്ററിങ്, സിമെൻറ്റ് പ്ലാസ്റ്ററിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ സിമെൻറ്റ് ടെക്സ്ചറായിട്ട് വരുന്നെങ്കിൽ ഇതുപോലെ. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോസായിട്ട് വരുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമ്മുടെ സുഹൃത്തുക്കൾ ചെയ്ത വർക്കിൻ്റെ ഫോട്ടോസുകൾ ഇട്ടിട്ടുണ്ട്, അതുകൂടിയും കയറി കണ്ടിട്ട് പോവുക.